സ്ഥാനാർത്ഥികളടക്കമുള്ളവർ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്കെത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ തളിക്കുളം അംഗൻവാടിയിലെത്തിയാണ് വോട്ട് ചെയ്തത്. 100% ജയിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. വളരെ അനുകൂലമായ രീതിയിലുള്ള പ്രതികരണമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് കണ്ണാറ AUP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. പ്രാർത്ഥനയാണ്, സാധ്യതയും പ്രതീക്ഷയും ഒന്നുമല്ല, പ്രാർത്ഥന തന്നെയാണ് തുടരുന്നത്. മെയ് 23 വരെയും പ്രാർത്ഥന മാത്രമേ ഉണ്ടാവൂ. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എന്നെ കാണുമ്പോൾ ഓടിക്കൂടുന്ന ആളുകൾ, അവരുടെ വോട്ട് മുഴുവൻ ആ കാണുന്ന ആൾക്കാരുടെ അവരൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. ഇത്തവണ വന്നപ്പോൾ ആ ചിരിയിൽ കൂടി വേറൊന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള വികസനമൊക്കെ ഉണ്ടല്ലേ. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ തൃക്കാക്കര ഭാരത് മാതാ കോളേജിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ചേരാനെല്ലൂരിലെ അൽഹുക്കിയ ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് കോഴിക്കോട് പെരുവയലിലാണ് വോട്ട്. എല്ലാ ബൂത്തുകളും വളരെ നല്ല രീതിയിലുള്ളതാണ്. ആളുകളുടെ ഇടയിൽ നിന്നും നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഒരു മാറ്റം വലിയ ആത്മവിശ്വാസത്തിലാണ്. LDF സ്ഥാനാർത്ഥി PK ബിജുവിന് കോട്ടയം മാഞ്ഞൂർ SN സ്കൂളിലാണ് വോട്ട്. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തരംഗമാണ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നതിന്റെ സൂചനയാണ്. NDA സ്ഥാനാർത്ഥി TV ബാബു ചാഴൂർ പഞ്ചായത്തിലെ പഴുവിൽ സെന്റ് ആന്റണി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ഡെസ്ക് TCV.